ഇന്നൊരു കരിക്ക് പണി തന്ന ദിവസം കേട്ടോ. നമുക്കിന്ന് ചെയ്യാനുണ്ടായിരുന്ന കേക്ക് വെച്ച് കഴിഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലുള്ള ഒരു കേക്കായിരുന്നു. സ്ക്വയർ കേക്കിൽ ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആദ്യം 3 കരിക്ക് വാങ്ങിക്കൊണ്ട് വന്നു. അത് പൊട്ടിച്ച് നോക്കി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പൾപ്പില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം നമ്മൾ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് പിന്നെയും ഞാനും ജിത്തുവും കൂടെ പുറത്തോട്ട് പോയി പിന്നെയും കരിക്ക് വാങ്ങിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് നോക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പൾപ്പില്ലെങ്കിൽ പിന്നെ റിട്ടേൺ വരണ്ടേ. അങ്ങനെ ഒരു 5-6 കരിക്ക് നമ്മൾ അവിടെ വെച്ച് പൊട്ടിച്ച് നോക്കി, പക്ഷേ ഒന്നിലും പൾപ്പില്ല. അങ്ങനെ വേറെ കടയിൽ പോയി ചോദിച്ചു. അപ്പോൾ അവിടുത്തെ കടയിൽ ചേച്ചി പറഞ്ഞു പൾപ്പുള്ള ടൈപ്പ് കരിക്കിപ്പോൾ വരുന്നില്ല, എല്ലായിടത്തും ഒരാൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. മേ ബി മോർണിംഗ് വരെ ഇരിക്കും, പക്ഷെ നമുക്ക് മോർണിംഗ് 8 മണിക്ക് കേക്കായിട്ട് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ അതിനുള്ള സമയമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ടെൻഷനായി, എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും. കാരണം നമുക്ക് പൾപ്പില്ലാണ്ട് ആ കേക്കിൻ്റെ ഫ്ലേവർ, ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ നമുക്ക് കേക്കിൽ വരില്ല. അതിൻ്റെ വെള്ളം കൊണ്ടാണെങ്കിലും ഒന്നും കൊണ്ട് ഫ്ലേവർ വരില്ല. പിന്നെ ഞാൻ കസ്റ്റമറിനെ വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെ നമ്മളുടെ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു, കൺവിൻസ് ചെയ്തു കസ്റ്റമറിനെ. പിന്നെ നമ്മൾ ട്രസ്ലെച്ചസ് ഫ്ലേവറിലോട്ട് മാറ്റി. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഓൾറെഡി ഞാൻ സ്പഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ പോയി വന്നിട്ട് ഞാനൊരു ക്രം കോട്ട് ചെയ്ത് വെച്ചു. അതായത് ട്രസ്ലെച്ചസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ മിൽക്ക് സോക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കുറച്ച് പിസ്താഷ്യോ കട്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചു. പിന്നെ മോർണിംഗ് ആണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഞാൻ ബാക്കി പണികളൊക്കെ തുടങ്ങി. അതായത് ഫൈനൽ കോട്ട് ചെയ്യണമല്ലോ. ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫോട്ടോ പ്രിൻറ്റും കൂടെ വെച്ചു. അതിൻ്റെ പൊക്കത്ത് ഞാൻ ന്യൂട്രൽ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ പ്രിൻറ്റിന് ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. കേക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ എടുത്തില്ലെന്നുള്ള ഓർക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടെ അൺബോക്സ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒന്നും കൂടെ പാക്ക് ചെയ്തിട്ട് നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവർ ചെയ്തു.